ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ഇത് നമുക്കൊരു സീരീസിൻ്റെ കൺവെർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സീരീസിൻ്റെ കൺവെർജൻസും ഡൈവേർജൻസും കണ്ടുപിടിക്കുന്നതിനുള്ള കുറേ ടെസ്റ്റുകളാണ്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, so let sigma un and sigma vn be two series with non-negative terms such that sigma un ഉം sigma vn ഉം രണ്ട് സീരീസ് ആണ്. അതിൽ ടേംസ് നോൺ നെഗറ്റീവ് ആണ്. അതായത് എന്താണ്, എല്ലാം പോസിറ്റീവ് യു എന്നും വി എന്നും, എല്ലാ യു എന്നും വി എന്നും ഓരോ ടേംസും ഓരോ സീരീസിലെയും എല്ലാ ടേംസും എന്താണ്, പോസിറ്റീവ് ടേംസ് ആണ്. അതാണ് നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മളിവിടെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സീരീസ് നോൺ നെഗറ്റീവ് ടേംസ് വരുന്ന സീരീസ് മാത്രമേ നമ്മളിവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, സച്ച് ദാറ്റ് ഇനി അതൊരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ യു എന്നും വി എന്നും എന്താണ്, ഇതിൽ ഓരോ ടേംസ് യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ യു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി വൺ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ യു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ടു ആകാം. എന്നിൻ്റെ വാല്യൂ സെയിം തന്നെ എടുക്കണം എന്നില്ല. ഓക്കെ, യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ ഫോർ സം ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ. അതായത് ഒരു പെർട്ടിക്കുലർ, അതായത് ഇപ്പോൾ 1 2 3 4 ആദ്യത്തെ 4 ഇൻറ്റിജേഴ്സിന് യു വൺ വി വൺ യു ടു വി ടു യു ത്രീ വി ത്രീ യു ഫോർ വി ഫോർ, ഈ 4 ടേംസിന് ഇത് ട്രൂ ആയിരിക്കണം എന്നില്ല. ഒരു ഫോർ സം ഇൻറ്റിജർ എൻ ക്യാപിറ്റൽ എൻ വേർ സ്മോൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം, അതായത് ഇപ്പോൾ ഫസ്റ്റ് 100 ടേംസ് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ടുള്ള ടേംസ് ആയിരിക്കും ചിലപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ അതായത് അത്രയേ ഉള്ളൂ അവിടെ. അതായത് എല്ലാ ടേംസും, സീരീസിലെ എല്ലാ ടേംസും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഫസ്റ്റ് കുറച്ച് ടേംസ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ടേംസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും മതി. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയാൻ ഇവിടെ നമ്മൾ ഈ രണ്ട് സീരീസിലെയും ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യുക. സോ ഇവിടെ യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ ആയിരിക്കും ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ ഫോർ സം ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ. ഓക്കെ, ദെൻ അങ്ങനെ ആണെങ്കിൽ സിഗ്മ വി എൻ, ഇവിടെ വലിയ ടേംസ് വരുന്ന ഏതാണ്, വി എൻ എന്ന് പറയുന്ന സീരീസിലല്ലേ. സോ സിഗ്മ വി എൻ കൺവെർജൻ്റ് ആണെങ്കിൽ, അതായത് വലിയ സീരീസ് അല്ലേ ഇത്, കാരണം ഇവിടെ യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ, സോ വി എൻ ആണ് വലുത്. സോ വലിയ സീരീസ്, വലിയ ടേംസ് വരുന്ന സീരീസ് സിഗ്മ വി എൻ കൺവെർജ് ചെയ്താൽ പിന്നെ അതിനേക്കാൾ ചെറിയ സീരീസ് ഉറപ്പായിട്ടും എന്താണ്, കൺവെർജ് ചെയ്യും. ദെൻ സിഗ്മ യു എൻ ഈസ് ഓൾസോ കൺവെർജൻറ്റ്. ഫസ്റ്റ് റിസൾട്ട് അതാ പറയുന്നത്. സോ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, രണ്ട് സീരീസ് സിഗ്മ യു എൻ സിഗ്മ വി എൻ, യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ ആയിരിക്കണം. ഓക്കെ, അത് എല്ലാ ടേംസിനും ട്രൂ ആണോന്നില്ല. ഫസ്റ്റ് കുറച്ച് ടേംസ് ഒഴിവാക്കി ബാക്കി ട്രൂ ആയാലും മതി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ വലിയ സീരീസ് സിഗ്മ വി എൻ കൺവെർജ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സീരീസായി സിഗ്മ യു എന്നും എന്ത് ചെയ്യും, കൺവെർജ് ചെയ്യും. അതേപോലെ ചെറിയ സീരീസ്, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്, സിഗ്മ യു എൻ ഈസ്, ഇഫ് സിഗ്മ യു എൻ ഈസ് ഡൈവർജൻറ്റ് ദെൻ സിഗ്മ വി എൻ ഈസ് ഓൾസോ ഡൈവർജൻറ്റ്. സിഗ്മ യു എൻ ഡൈവർജൻറ്റ്, അതായത് ചെറിയ ടേംസ് വരുന്നത്, ചെറിയ സീരീസ് ഡൈവർജൻ്റ് ആണെങ്കിൽ പിന്നെ വലിയ സീരീസ് എന്തായിരിക്കും, ഉറപ്പായിട്ടും ഡൈവർജൻ്റ് ആയിരിക്കും. സോ അതാണ് ഈ കമ്പാരിസൺ ടെസ്റ്റ് കൊണ്ടുള്ള ഗുണം. സോ നമ്മൾ നമുക്കൊരു സീരീസ് തന്നിട്ട് ഒരു സീരീസ് തന്നിട്ട് അത് കൺവെർജൻ്റ് ആണോ എന്നായിരിക്കും ചോദിക്കുന്നത്. സോ നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സീരീസ് എടുത്ത് അതിനെ കമ്പയർ ചെയ്യാൻ സാധിച്ചാൽ, യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ എന്ന രീതിയിൽ കമ്പയർ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്ത് പറയാം, വലിയ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ചെറിയ സീരീസ് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതേപോലെ ചെറിയ സീരീസ് സിഗ്മ യു എൻ ഡൈവർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ സീരീസും എന്തായിരിക്കും, അതിനേക്കാൾ വലിയ സീരീസ് എന്തായിരിക്കും, ഉറപ്പായിട്ടും ഡൈവർജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ റിസൾട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഡസ് ദ ഫോളോയിങ് സീരീസ് കൺവേർജ്. സോ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, ഇത് കൺവേർജ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺവേർജൻസിനെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്. സോ സീരീസ് 8 + 2/7 + 1 + 1/3 + 1/2 + 1/3 ഫാക്ടോറിയൽ + 1/4 ഫാക്ടോറിയൽ + എക്സെട്ര + 1/n ഫാക്ടോറിയൽ + എക്സെട്ര. സോ ഇതിനൊരു ജനറൽ ഫോം ഒന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല, കാരണം ഇതിലെ ടേംസ് അതുപോലെയാണ് പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. സോ ഇത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇഗ്നോർ ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദ ഗിവൺ സീരീസ്. ഞാൻ പറഞ്ഞു കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടേംസും ഈ യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നില്ല. ഫസ്റ്റ് കുറച്ച് ടേംസ് ഫോർ സം ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ സ്മോൾ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ, അതായത് കുറച്ച് ടേംസ് മാറ്റി നിർത്തിയിട്ട്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് 4 ടേംസ് ഇഗ്നോർ ചെയ്യുകയാണ്. ഇഗ്നോർ ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദി ഗിവൺ സീരീസ് ആൻഡ് കമ്പയർ വിത്ത് ദ ടേംസ് ഓഫ് ദി ജോമെട്രിക് സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1/2n. ദെൻ സോ ഫസ്റ്റ് 4 ടേംസ് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 8 2/7 1 1/3 ഈ 4 ടേംസ് മാറ്റി നിർത്തി. എന്നിട്ട് ബാക്കിയുള്ള ടേംസിനെ ഞാൻ സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1/2n എന്ന് പറയുന്ന സീരീസിൻ്റെ ടേംസുമായിട്ട് കമ്പയർ ചെയ്യുക. സോ 4 ടേംസ് 1/3 വരെ മാറ്റിയാൽ പിന്നെ എന്താണ്, 1/2. സോ 1/2 + 1/3 ഫാക്ടോറിയൽ + 1/4 ഫാക്ടോറിയൽ + എക്സെട്ര. ബാക്കി റിമൈനിങ് സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സീരീസിലെ ടേംസുമായിട്ട് കമ്പയർ ചെയ്യുക.
ഓക്കെ, ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഫസ്റ്റ് ടേം 1/2. സോ ഈ സീരീസിന് 1 കൊടുത്താൽ എന്ത് വരും? 1/2 വരും. സോ അതാണ് ഞാൻ പറഞ്ഞത് UN ≤ VN എന്ന് എഴുതുമ്പോൾ ഇവിടെ ഈ സീരീസ് UN നമ്മൾ 4 ടേംസ് മാറ്റി ഇവിടെ U5 ആണ് എടുത്തിട്ട് U5നെ ഞാൻ ഇവിടുത്തെ VN എന്ന് പറയുന്ന സീരീസിലെ V1 കമ്പയർ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ Nൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം എന്നില്ല. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഈ 1/2 എന്ന് പറയുന്ന ടേം ≤ ഈ സീരീസിൻ്റെ ഫസ്റ്റ് ടേമായ 1/2 എന്ന് നമുക്ക് പറയാമല്ലോ. 1/2 = 1/2 ആണ്. സോ 1/2 ≤ 1/2 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നെക്സ്റ്റ് 1/3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 6 വരും. സോ 1/6 എന്ന് പറയുന്നതല്ലേ സെക്കൻഡ് ടേമായ 1/4. ഈ സീരീസിൻ്റെ സെക്കൻഡ് ടേമാണ് 1/4. 1/4 ചെറുത്. ഓക്കെ, നെക്സ്റ്റ് ടേം 1/4 ഫാക്ടോറിയൽ എടുത്താൽ 4 ഫാക്ടോറിയൽ ഈസ് 24. സോ 1/24 ആണ് 1/8 ചെറുത്. സോ എന്താണ് ഈ സീരീസിലെ ഫസ്റ്റ് ടേം ≤ ഇതിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ≤ ഇതിൻ്റെ സെക്കൻഡ് ടേം, നെക്സ്റ്റ് ഈ ടേം ≤ 1/8. സോ അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്താണ്? സോ ഓരോ ടേംസ് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ജനറലി മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ എന്ത് പറയാം? ഈ സീരീസ് ≤ ഈ സീരീസ് എന്ന് പറയാം. റീസൺ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യാം. 1/2 ≤ 1/2 ആണ്. 1/3 ഫാക്ടോറിയൽ 1/6 ആണ്. ദാറ്റ് ഈസ് ≤ 1/4 ആണ്. 1/4 ഫാക്ടോറിയൽ 1/24 വരും. ≤ ഇവിടുത്തെ തേർഡ് ടേം 1/8. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് UN ≤ VN എന്ന്. സോ ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ സീരീസിൻ്റെ കൺവർജൻസിനെ പറ്റി നമുക്കറിയാം. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. n = 1 to ∞ 1/2 ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ R അവിടുത്തെ എന്താണ്? 1/2 ആണ്. കാരണം 1/2 1/4 അതല്ലേ ടേംസ് വരുന്നത്. സോ കോമൺ റേഷ്യോ 1/2 ആണ്. സോ നമ്മളെന്താണ് ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ <1 ആണെങ്കിൽ ആ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇത് നമ്മൾ റിസൾട്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ കോമൺ റേഷ്യോ >1 വന്നാൽ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ കോമൺ റേഷ്യോ R <1 ആണ്. ഹെൻസ് n = 1 to ∞ 1/2 എന്ന് പറയുന്ന സീരീസ് കൺവേർജ് ചെയ്യും. സോ വലിയ സീരീസ് VN, ഇവിടെ VN എന്ന് പറയുന്ന ഈ സീരീസാണ്. സോ വലിയ സീരീസ് കൺവേർജ് ചെയ്താൽ ചെറിയ സീരീസും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. VN കൺവേർജൻ്റ് ആണെങ്കിൽ UN കൺവേർജൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ ഗിവൺ സീരീസ് തന്നിരുന്ന സീരീസും എന്താണ്? കൺവേർജൻ്റ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സീരീസ് കൺവേർജൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സീരീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൺവേർജൻസിനെ പറ്റി പറയാൻ സാധിക്കും. ഓക്കെ.